സോ ഹേ ഗൈസ്, ഇന്നൊരു വെറൈറ്റി ചീര കട്ട്ലേറ്റാണ്. അപ്പോൾ അതിനായിട്ടൊരു പാൻ എടുത്ത് ചൂടാക്കാൻ വെക്കുക. ഒന്ന് ചൂടായി വരുമ്പം കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, പിന്നെ 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതൊക്കെ ഒന്ന് മിക്സായി വരുമ്പോൾ 2 സവോള നന്നായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ കൂട്ടി ശരിക്കും ഒന്ന് മിക്സ് ആക്കുക. അത് കഴിഞ്ഞ് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചീര എടുക്കുക. 400 ഗ്രാമോളം ചീര വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. ചീരയെല്ലാം ഒന്ന് കൂട്ടിക്കുഴഞ്ഞ് വരുമ്പോഴേക്കും അതിൻ്റെ അകത്തൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തൊന്ന് വഴറ്റുക. ചീരയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് പുഴുങ്ങിയ 2 കിഴങ്ങിട്ട് ശരിക്കും ഒന്ന് ഇളക്കി പിടിച്ചങ്ങ് എടുക്കുക. അതൊക്കെ ഒന്ന് ഇളക്കി ശരിക്കും ഒന്നായി വരുമ്പോഴേക്കും ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക. എന്നിട്ട് ആ പാത്രം അങ്ങ് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് പൊടിച്ച റസ്ക് ഇടുക. നമുക്ക് കുറച്ച് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഒന്ന് ഇളക്കി വന്ന് ഒന്ന് കൈ കൊണ്ടൊക്കെ ആണെങ്കിലും കുഴച്ചൊന്ന് ശരിയാക്കി വെക്കുക. അത് കഴിഞ്ഞ് ഇതിനെ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലേക്ക് ഒന്ന് കൊണ്ടുവരണം. കട്ട്ലേറ്റിൻ്റെ ഷേപ്പായി കഴിയുമ്പോൾ ഒന്ന് മുട്ടയും മുക്കി വീണ്ടും നമ്മുടെ റസ്ക് പൊടിയിൽ മുക്കി ഒന്ന് സെറ്റാക്കി വെക്കുക. അങ്ങനെ അത്യാവശ്യം എല്ലാം ഒന്ന് സെറ്റാക്കി കഴിയുമ്പോൾ വേറൊരു പാൻ എടുത്ത് ഇത് വറക്കാനുള്ള പരിപാടിയിലേക്ക് പോവുക. ആസ് യൂഷ്വൽ പാൻ എടുക്കുക, ചൂടാക്കുക, എണ്ണ ഒഴിക്കുക, നമ്മുടെ സാധനം ഇങ്ങ് വറുത്തെടുക്കുക. ഒരു 3-4 മിനിറ്റൊക്കെ ആകുമ്പോൾ അതൊന്ന് മറിച്ചിടുക. അങ്ങനെ അത് ശരിക്കും ഒന്ന് വറുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ആക്കി മാറ്റി വയ്ക്കുക. ദാ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പി ആട്ടോ ഇത്. എന്തായാലും ട്രൈ ചെയ്യണം.